ഉണ്ണിമുകുന്ദൻ്റെ മാളികപ്പുറം എന്ന് പറഞ്ഞ സിനിമ ഹിറ്റാകാനുള്ള കാരണം സീക്രട്ട് ഏജന്റ് ആണെന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കുറേ ആൾക്കാർ കട്ട് ചെയ്ത് കുറച്ച് വിഷ്വൽസ് ഒക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ സീക്രട്ട് ഏജന്റ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. തനിക്ക് നേരെ PR ആക്രമണം നടക്കുന്നു എന്നുള്ള രീതിയിലാണ് ആ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഒരു വലിയ ലോങ് വീഡിയോ ആണ്. സംഭവം എന്ന് വെച്ചാൽ ഈ മാർക്കോ സിനിമയുടെ റിവ്യൂവിന് ശേഷം ഈ മാർക്കോ സിനിമ എന്തുകൊണ്ടാണ് സീക്രട്ട് ഏജന്റിന്റെ വീഡിയോ ആൾക്കാർ കാത്തിരുന്നത് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ മാളികപ്പുറം സിനിമ ഇറങ്ങിയതിന് ശേഷം ഇവർ തമ്മിൽ ഫോണിൽ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്തൊരു ബിഗ് ബഡ്ജറ്റ് പടം വരാം, എന്നിട്ട് എന്തായിരിക്കും സീക്രട്ട് ഏജന്റ് പറയാൻ പോകുന്നത് എന്ന് ആൾക്കാർ കാത്തിരുന്നിട്ടുണ്ടായിരുന്നു. ഇതറിയാവുന്ന സീക്രട്ട് ഏജന്റ് 21 മിനിറ്റ് എടുത്തിട്ട് ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ മഹാ ബോറായിട്ട് ഈ ബന്നോ ഒക്കെ വായി വെച്ചിട്ട് ചുമ്മാ നമ്മളെ തന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് കലാപ്രകടനമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷം കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ എനിക്ക് യോജിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ചില സമയങ്ങളിൽ പറയുന്നത് വെച്ചാൽ ഈ നടൻ ഷൂ ഇട്ടുകൊണ്ട് നടന്നു, കോട്ട് ഇടുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഒരാളെ ഇത്ര പേര് ഇടിച്ചു വീഴ്ത്തുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. KGF സിനിമ കണ്ടിട്ട് നമ്മളിത് വല്ലതും പറഞ്ഞിട്ടുണ്ട്. ഇതുപോലൊരു പടം മാത്രമാണ് മാർക്കോ. ഇത് ജീവിതമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു പടമാണ്, വയലൻസ് പടമാണ്. ഇത് ആ ലെവലിൽ അങ്ങ് കണ്ടുവിടുക എന്നുള്ളേ ഉള്ളൂ. അതിനകത്ത് പോയിട്ട് നായകൻ്റെ ഷൂവിൻ്റെ സൈസും അല്ലെന്നുണ്ടെങ്കിൽ ഒരാൾ ഇത്ര പേരെ ഇടിക്കുന്നു എന്നുള്ള രീതിയിലൊന്നും ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ല. പിന്നെ 21 മിനിറ്റ് എടുത്ത് സംസാരിച്ചത് തന്നെ സീക്രട്ട് ഏജന്റിന്റെ ബിസിനസ്സാണ്. അതിപ്പം കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ നമുക്ക് രണ്ടുപേർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അത്രയും വലിയൊരു വീഡിയോ വരാൻ നേരത്തെ ആൾക്കാർ കാണും. അതിൽ നിന്ന് 9 ലക്ഷത്തോളം വ്യൂവും കിട്ടിയിട്ടുണ്ട്. സംഭവം സക്സസ്സുമാണ്. പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത് തന്നെ അവിടെ നടന്നിട്ടുണ്ട്. ആൾക്കാരെല്ലാം വന്ന് കയറി കണ്ടു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ വിമർശനവുമായി ബന്ധപ്പെട്ട് ഉണ്ണിമുകുന്ദൻ്റെ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ആ ഒരു മാർക്കോ സിനിമ വിവാദം ഒക്കെ ആയിട്ട് മറ്റൊരു 30 മിനിറ്റോളമുള്ള ഒരു വീഡിയോ കൂടി 30 മിനിറ്റ് ഉണ്ടെന്നാണ് എനിക്ക് ഓർമ്മ. ഒരു വീഡിയോ കൂടി സീക്രട്ട് ഏജന്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. തനിക്ക് നേരെ PR ആക്രമണം നടക്കുന്നത് അത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നടന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. എൻ്റെ പൊന്ന് സീക്രട്ട് ഏജന്റ്, നിങ്ങൾ ബിഗ് ബോസിൽ മഹാ ഫ്ലോപ്പായിരുന്നു. നിങ്ങൾ അവിടെ പോയപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഒന്നും അവിടെ പോയി ചെയ്തില്ല. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ നിങ്ങൾക്കെതിരായിട്ട് വന്നത്. കാരണം നിങ്ങൾ പുറത്തിരുന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് അങ്ങനെ ചെയ്യണമായിരുന്നു, ബിഗ് ബോസിൽ ഇങ്ങനെ ചെയ്യണമായിരുന്നു, ജാസ്മിൻ അങ്ങനെ പോയില്ല, ഗബ്രി അങ്ങനെ പോയില്ല, ജിൻഡ് എന്തുകൊണ്ട് എണീറ്റ് നടന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് സീക്രട്ട് ഏജന്റ്. അപ്പൊ നിങ്ങൾ അകത്ത് പോയിട്ട് ചുമ്മാ കസേരയിൽ ഇരുന്നപ്പോൾ ആൾക്കാർക്ക് ഉണ്ടായ ഒരു കാര്യമുണ്ട്, കളിയാക്കാൻ തോന്നി എന്നുള്ളതാണ് സത്യം. അങ്ങനെയൊക്കെയാണ് ഈ കുറെ പേരും കണ്ണാപ്പി എന്നുള്ള പേരും ഒക്കെ അവിടെ വരുന്നത്. അത് നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക. ആ ബിഗ് ബോസ് ഷോയിൽ പോയതുകൊണ്ട് നിങ്ങളുടെ വൈഫ് വരെ നിങ്ങളെ ആ വീഡിയോക്കകത്തിരുന്ന് കളിയാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഷോയ്ക്കകത്ത് നിങ്ങളൊരു പരാജയമായിരുന്നു എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഇതിനകത്ത് ഈ PR വർക്കുമായി ബന്ധപ്പെട്ടൊരു ഇഷ്യൂ എന്നുള്ള രീതിയിലൊരു വീഡിയോ ഇട്ട് അപ്പോൾ അതിൻ്റെ 12ാമത്തെ മിനിറ്റിൽ സീക്രട്ട് ഏജന്റ് പറയുന്നൊരു ഡയലോഗ് എന്താണെന്ന് വെച്ചാൽ ഈ ഉണ്ണിമുകുന്ദൻ സീക്രട്ട് ഏജന്റിനെ വിളിച്ച് ആ ഇഷ്യൂ ഉണ്ടായതുകൊണ്ടാണ് മാളികപ്പുറം ഹിറ്റായതെന്നാണ് പറയുന്നത്. അങ്ങനെ അല്ല. ഇപ്പോൾ സിനിമ ഇറങ്ങുന്നത് ഡിസംബർ 30-നാണ്. ഉണ്ണിമുകുന്ദൻ വിളിക്കുന്നത് ജാനുവരി 25-26 ഡേറ്റിനൊക്കെയാണ്. ഡേറ്റിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു സിനിമ ഇറങ്ങി 10-26 ദിവസം കഴിയുമ്പോഴൊക്കെയാണ് അതിനകത്ത് വിളിച്ച് ഒരു സംസാരം ഉണ്ടാകുന്നത്. 26 ദിവസത്തിനുള്ളിൽ ആ പടം ഹിറ്റാണെന്നുണ്ടെങ്കിൽ ഹിറ്റ് അടിച്ചു എന്നുള്ളത് തന്നെയാണ് അർത്ഥം. ആൾക്കാർ കയറുന്നുണ്ടെങ്കിൽ 26 ദിവസമൊക്കെ ഒരു മലയാള പടത്തിന് ഈ കാലഘട്ടങ്ങളിൽ ആള് തിയേറ്ററിൽ കയറുന്നുണ്ടെങ്കിൽ, അതും ഈ ക്രിസ്മസ് പോലുള്ള ഈ ന്യൂ ഇയർ പോലുള്ള സമയങ്ങളിലൊക്കെ ആള് കയറുന്നുണ്ടെങ്കിൽ ആ പടം ഹിറ്റാണ്. 26 ദിവസം ആ പടം തിയേറ്ററിൽ നിൽക്കുമ്പോഴാണ് ഉണ്ണിമുകുന്ദൻ സീക്രട്ട് ഏജന്റിനെ വിളിക്കുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഉണ്ണിമുകുന്ദൻ സീക്രട്ട് ഏജന്റിനെ വിളിച്ച് ഇത്തരത്തിലുള്ള ഡയലോഗ് കൊടുക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. റിവ്യൂ ആയിട്ട് എടുക്കുക, വിടുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേസ് കൊടുക്കുക, ഇത്രയും ചെയ്യാൻ പാടുള്ളായിരുന്നു. അതിന് പകരം വെറുതെ സീക്രട്ട് ഏജന്റിനെ വിളിച്ച് അനാവശ്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനോടൊന്നും യോജിക്കുന്ന ഒരാളുമല്ല. പക്ഷേ തെറ്റായ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്. 30-ാം തീയതി ഇറങ്ങിയൊരു പടം 26 അടുത്ത മാസം 26-ാം തീയതി ഉണ്ണിമുകുന്ദൻ വിളിക്കുന്നു സീക്രട്ട് ഏജന്റ്. ആ വിളി വന്നതിന് ശേഷമാണ് ആ പടം കയറി ഹിറ്റായെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാതാ, വെറുതെ പറയുന്നതാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. മാളികപ്പുറം എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് നല്ലൊരു പടമായിരുന്നു. ആൾക്കാർ കയറി കണ്ടിട്ടുണ്ട്, ഫാമിലി കയറി കണ്ടിട്ടുണ്ട്. ശബരിമല എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ഇപ്പം വിശ്വാസപരമായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് അത് വലിയ രീതിയിലുള്ള വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു. ആ പടം ശബരിമലയിൽ പോയി നിൽക്കുന്ന ഒരു ഫീല് ഏറ്റവും ക്ലൈമാക്സിൽ വിശ്വാസിയായിട്ടുള്ള ആൾക്ക് ഉണ്ടായി എന്നുള്ളതാണ് സത്യം. അങ്ങനെ കുറെ ആൾക്കാരൊക്കെ വണ്ടി പിടിച്ച് വന്ന് സിനിമ കാണാൻ കയറി. അങ്ങനെയാണ് പടം ഹിറ്റാവുന്നത്. ഇപ്പോൾ ഭക്തിപ്പടം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നതിനകത്തൊന്നും അർത്ഥമില്ല. നമ്മുടെ നാട്ടിൽ ഭക്തിപ്പടവും രാഷ്ട്രീയവും എല്ലാം കച്ചവടം ചെയ്തുള്ള സിനിമകൾ വന്നിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടൊന്നും അല്ല. മാളികപ്പുറം എന്ന് പറയുന്നൊരു ഭക്തിപ്പടം എന്നുള്ള പേരിൽ ലേബൽ ചെയ്യാൻ നേരത്തെ ഇതിനു മുമ്പ് മലയാളത്തിൽ എന്തെല്ലാം തരത്തിലുള്ള സിനിമകൾ വന്നിരിക്കുന്നു. ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന നടൻ അഭിനയിച്ചു എന്നുള്ള പേരിൽ അല്ലെങ്കിൽ അവരുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രത്തിന്റെ പേരിൽ സീക്രട്ട് ഏജന്റ് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നു. അതൊക്കെ കണ്ട് പ്രകോപിതനായിട്ടിട്ട് ഉണ്ണിമുകുന്ദൻ വിളിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഞാൻ ആ കാര്യത്തിൽ സീക്രട്ട് ഏജന്റിനൊപ്പമാണ്. ഇപ്പം മാളികപ്പുറം പടം ഹിറ്റായത് സീക്രട്ട് ഏജന്റിനെ ഉണ്ണിമുകുന്ദൻ വിളിച്ച് തെറി വിളിച്ചത് കൊണ്ടാണെന്നൊക്കെയാണ് സീക്രട്ട് ഏജന്റ് വിശ്വസിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് മഹാമണ്ടത്തരമാണ് കേട്ടോ. അങ്ങനെ ഒരു സംഭവമില്ല. എന്തെങ്കിലും ആണെന്നൊരു ഭാവം നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന്
നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളൊരു കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ ഇപ്പം അശ്വൻ കോക്ക് ആയാലും നമ്മൾ അശ്വൻ കോക്കിൻ്റെ കാര്യം തന്നെ നോക്കുക. പുള്ളിക്കാരനൊക്കെ നെഗറ്റീവ് പറഞ്ഞ പടങ്ങളൊക്കെ എത്ര ഓടിയിട്ടുണ്ടെന്ന് അറിയോ, പോസിറ്റീവ് പറഞ്ഞ പടങ്ങളും പൂട്ടിയിട്ടുണ്ട്. ഇത്രയ്ക്കേ ഉള്ളൂ സംഭവം. നമ്മൾ ഇരുന്നിട്ട് സിനിമയെ പറ്റി കണ്ടിട്ട് അഭിപ്രായം പറയുന്നു, അത് നമ്മുടെ അഭിപ്രായം, അത് വിടുക. ഇതിൻ്റെ പേരിൽ നമ്മൾ ഈ പറയുന്നത് കൊണ്ട് കുറെ പടത്തിന് ആൾ കയറുമെന്നോ ആളെ കയറ്റാൻ പറ്റാതിരിക്കുമെന്നോ എന്തെങ്കിലും ഒന്നും മലമറിച്ച് കളയാമെന്നോ ഒന്നും നമ്മൾ വിചാരിച്ച് കളയരുത്. നമ്മളൊക്കെ നിസ്സാരക്കാരാണ്, വലിയ കാര്യമൊന്നുമില്ല എന്ന് കൂടി ആലോചിക്കുക. കാരണം അമിതമായ എന്തോ ഒരു ആത്മവിശ്വാസമോ എന്തൊക്കെയാണെന്നൊരു ഭാവമോ സീക്രട്ടിൻ്റെ ആ വീഡിയോക്കകത്ത് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ടാണ് പറയുന്നത്. എനിക്ക് നിങ്ങളുടെ കോണ്ടന്റ് ഭയങ്കര ഇഷ്ടമാണ് പല വിഷയങ്ങളിലും. ഇപ്പം നമ്മൾ കണ്ടല്ലേ, നമ്മൾ ഈ ഒരു ലോറി ഡ്രൈവറായിട്ടുള്ള ഒരാൾ ഈ മരണപ്പെട്ട വിഷയം ഉണ്ടായിരുന്നു, ലോറി മറിഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, മനാഫ് ഇഷ്യൂസ്. ആ ഒരു ഇഷ്യൂസിൽ സീക്രട്ടിൻ്റെ അടുത്ത നടപടിയെ കൃത്യമായ രീതിയിൽ ഞാൻ പിന്തുണയ്ക്കുന്ന ഒരാളാണ്. വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഓപ്പണായിട്ട് തന്നെ ആ വിഷയത്തിൽ സംസാരിച്ച് അവരുടെ ഫാമിലിക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ ഇഷ്യൂവും, ആ ഫാമിലിക്ക് മരണപ്പെട്ടു പോയ വ്യക്തിയുടെ ഫാമിലിക്ക് ഉണ്ടായ ആ ഫാമിലിയോടൊപ്പമാണ് സീക്രട്ടായിട്ട് നിന്ന് സംസാരിച്ചത്. പക്ഷെ അതിനെ നെഗറ്റീവായിട്ട് കുറേ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്നും പോസിറ്റീവായിട്ട് രീതിയിൽ സംസാരിച്ച ഒരാളാണ്. പക്ഷേ ഈ സീക്രട്ടിൻ്റെ ഉണ്ണിമൂന്നൻ വിഷയത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, സീക്രട്ട് വിചാരിക്കുന്ന പോലെ സീക്രട്ടിൻ്റെ വീഡിയോ വന്നതിന് ശേഷമോ അല്ലെങ്കിൽ സീക്രട്ടിനെ വിളിച്ച് സംസാരിച്ചതിന് ശേഷം ഒന്നും അല്ല മാളികപ്പുറം പടം ഹിറ്റായത്. ബേസിക് ഒരു ക്വാളിറ്റി ഉള്ളൊരു പടമായിരുന്നു മാളികപ്പുറം, അതുകൊണ്ടാണ് ആ പടം ഹിറ്റായത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജസ്റ്റ് സീക്രട്ടിനെയാണോ നിങ്ങൾ ഈ വിഷയത്തിൽ സപ്പോർട്ട് ചെയ്യുന്നത്, അതോ ഉണ്ണിമൂന്നിനെ മാളികപ്പുറമാണോ സപ്പോർട്ട് ചെയ്യുന്നത്? ആ പടം ഹിറ്റാവാനുള്ള കാരണം സീക്രട്ടിനാണോ അതോ മാളികപ്പുറം എന്ന് പറയുന്ന പടത്തിൻ്റെ ക്വാളിറ്റിയാണോ? സീക്രട്ടിനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സീക്രട്ടിന് പറഞ്ഞാണ് ശരിയെന്നുണ്ടെങ്കിൽ സീക്രട്ടിനെന്നും, അല്ലെങ്കിൽ മാളികപ്പുറമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മാളികപ്പുറം ഒന്നും പോസ്റ്റ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്കറിയാമല്ലോ, ആദ്യമായിട്ട് പേജ് കാണുന്ന ഫോളോ ചെയ്യുന്നവരും പരിഗണിക്കുക.